ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവരും നോമ്പെടുത്തിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? ഞാനിതേ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കിച്ചണിലേക്ക് കയറിയിട്ടാ. അപ്പോൾ ചിക്കൻ കറിയും തരിക്കഞ്ഞിയും പിന്നെ ഒരു പാക്കറ്റ് മാവ് മേടിക്കുകയായിരുന്നു ചെയ്തത്. അതെന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കയും മക്കളൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട് നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ അവർക്കൊന്നും ഫുഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എനിക്ക് മാത്രം മതി. അപ്പോൾ ഒരാൾക്കായിട്ട് എന്തുണ്ടാക്കുന്നത് എഴുതിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. തരിക്കഞ്ഞി വെക്കുന്ന സമയത്ത് ഒരു അല്പം ഉപ്പിടുക. അതുപോലെ തന്നെ നാരങ്ങ വെള്ളത്തിൽ ഒരല്പം ഉപ്പിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചെറുതായിരിക്കുന്ന സമയത്ത് നോമ്പെടുക്കും കേട്ടോ. നോമ്പെടുത്തിട്ട് ഈ 30 എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗമയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മത്സരമായിരിക്കും 30 എടുക്കാനായിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പോയിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ആയിരിക്കും കേട്ടോ. അത് വേണം ഇത് വേണം എല്ലാം റെഡിയാക്കി വെക്കണം. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ എല്ലാം റെഡിയായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരോട് പറഞ്ഞു വെക്കും. അവസാനം ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഒരു സാധനവും വേണ്ട. പണ്ടൊക്കെ നോമ്പ് തുറക്കാനായിട്ട് നാരങ്ങ വെള്ളവും പിന്നെ പള്ളിയിലെ കഞ്ഞി ഉണ്ടാവും. പിന്നെ ഈ കഴിക്കാനായിട്ടുള്ള ഫുഡും മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ സ്നാക്സുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴാണ് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും സ്നാക്സും ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും നോമ്പ് എടുത്തിട്ട് ഒന്നും ഉണ്ടാക്കാനും വയ്യ. ഒരു സ്നാക്സ് തന്നെ ഉണ്ടാക്കുമ്പോഴേക്ക് തന്നെ എനിക്ക് വയ്യാണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ഉണ്ടാക്കും.